മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്താൻ കേരയിൽ സമരസമിതി. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കേരയിലുമായി ബന്ധപ്പെട്ട കേസുകൾ ഉടൻ പിൻവലിക്കണമെന്ന് ആവശ്യമുന്നയിക്കും. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ആശാവർക്കർമാർക്കൊപ്പം തന്നെ ഈ പോയ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത് ഈ കേരയിൽ സമരസമിതിയാണ്. അന്ന് UDF നിലപാട് ഈ മഞ്ഞക്കുറ്റിയും വേണ്ട കേരളന്നു എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അക്കാര്യത്തിൽ തീരുമാനമാകും. കേരയിൽ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കും സർക്കാർ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിനുവേണ്ടിയാണോ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നത് കേരയിൽ സമരസമിതി? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും അതിനുവേണ്ടി തന്നെയാണ് എന്തായാലും സമരസമിതി വരെ കാണുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് അത്തരത്തിലൊരു അനുമതി ഇവർക്ക് എന്തായാലും ലഭിച്ചിട്ടുള്ളത്. അവർ അങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് കൃത്യമായി രണ്ട് ആവശ്യങ്ങൾ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഇത് പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങണം. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട കേരളയിൽ സമരവുമായി ബന്ധപ്പെട്ട നിരവധിയായ കേസുകൾ എടുത്തിട്ടുണ്ട്. ആ കേസുകളൊക്കെ തന്നെ പിൻവലിക്കണം എന്നുള്ള ആവശ്യമാണ്. കാരണം വർഷങ്ങളായി ഈ കേസിന്റെ പിന്നാലെ ഇവർ ഇതിനുവേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ, മുതിർന്നവരും പ്രായം ചെന്നവരും അടക്കമുള്ള ആളുകൾ ഇതിനുവേണ്ടി പോരാടുന്നു. ഒപ്പം തന്നെ ഇത് ഒരു നോട്ടിഫിക്കേഷൻ വരാത്തുണ്ട്. അതായത് ഈ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിച്ച് നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട് തന്നെ ഈ മഞ്ഞക്കുട്ടി ഇട്ട ഒരു സ്ഥലങ്ങളിലും നികുതി അടയ്ക്കാൻ പോലും ഇതിനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധി, വലിയ ബുദ്ധിമുട്ട് ഇവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ശാശ്വതമായ പരിഹാരം വരണമെങ്കിൽ, ഒരു അന്ത്യം കാണണമെങ്കിൽ ഇത് പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്നൊരു നോട്ടിഫിക്കേഷൻ വരിക തന്നെ വേണം. ആ ആവശ്യം കൃത്യമായി മുന്നോട്ട് വയ്ക്കും. അതും അടിയന്തരമായി തന്നെ ചെയ്യണമെന്നൊരു ആവശ്യമാണ് എന്തായാലും സമരസമിതി മുന്നോട്ട് വെക്കാൻ പോകുന്നത്. കാരണം UDF സംബന്ധിച്ചോളം അവർ വലിയ പ്രതീക്ഷ വെച്ചിരുന്നു. അവർ ഇതിന് മുമ്പുള്ള ഘട്ടത്തിലൊക്കെ പറഞ്ഞപ്പോൾ ഒരു UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മുൻപ് പല തവണയും ഇതുമായി ബന്ധപ്പെട്ട സമരസമിതി അംഗങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ തന്നെ അവർ പോകുന്നത്. അതിൽ പ്രധാനമായും ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതായത് കേസുകൾ അവസാനിപ്പിക്കുക, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ഉടൻ തന്നെ അടിയന്തരമായി, ഇതിൽ കാലതാമസമില്ലാതെ അടിയന്തരമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നടപ്പാക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്കാണ് ഇത് സംബന്ധിച്ച ഒരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുമായി ഇവർ നടത്താൻ പോകുന്നത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. അഖിലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളയുടെ കാര്യത്തിലും തീരുമാനമായി. അപ്പോൾ കേരളയിലും സർക്കാർ അവസാനിപ്പിക്കും. കേരളയിൽ വേണ്ടതില്ല എന്നുള്ളതായിരുന്നു അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ UDF ഒരു പ്രധാനപ്പെട്ട ആവശ്യം. മഞ്ഞക്കുറ്റിയും വേണ്ട, കേരളയിലും വേണ്ട എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കേരളയിൽ സമരസമിതി മുഖ്യമന്ത്രിയെ കണ്ടാൽ തീരുമാനമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളയിലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയറും അവസാനിപ്പിക്കാനാണ് സാധ്യത.